എന്താ അത്? അത് വീട്ടിൽ കുറച്ച് പായസം വെച്ചേട്ടാ, അങ്ങനെ കൊണ്ടുവന്നു. ഇതെന്തൊരു മസിലൊക്കെ വെച്ചല്ലേ. 2 ദിവസമായിട്ട് ജിമ്മിലൊക്കെ പോണില്ലടാ, അതിന്റെ ആയിരിക്കും. ഇതൊക്കെ നമ്മളെ കൈ കിട്ടണം. എന്തൊരിത്, ചുമ്മാ ഇരിയടെ, കണ്ണു വയ്ക്കാതെ. ചേട്ടാ സത്യം എനിക്ക് കൊതിയാവും. നിനക്കെന്താ വയ്യടാ? തൂക്കാളി പോണേ ചേച്ചി. ചേട്ടാ പോണേ. ചേട്ടാ ഞാൻ സേഫായിട്ട് വീടെത്തി കേട്ടോ. അതിന് കുട്ടു വല്ലതും പറഞ്ഞു. കുട്ടു വല്ലതും പറഞ്ഞു. എന്ത്? അല്ല, അവന് വല്ല റിലേഷനും ഉണ്ടാ? എനിക്കറിഞ്ഞൂടാ. അവന്റെ പെരുമാറ്റത്തില് വല്ല മാറ്റം? അവനൊരു പാവം. ഇന്നാളൊരു അഴുക്ക സെൽഫി എടുത്തിട്ട് എനിക്ക് ഇഷ്ടപ്പെടാതെ ഡിലീറ്റ് ആക്കാൻ വേണ്ടി അവന്റെ ഫോൺ മേടിച്ചപ്പോഴേ അവനൊരുമാതിരി ഒഴിഞ്ഞു മാറ്റം, ഒരുമാതിരി പെമ്പിള്ളേര് തോന്നി ഇഷ്ടമല്ലാത്ത മിസ്റ്റർ ബ്രഹ്മചാരികളെ പോലെ. ചേട്ടന് വീട്ടിൽ ഇരിക്കുന്ന നിക്കറൊക്കെ ഇട്ടുകൂടി, അതല്ലേ എൻ്റെ ഒരു ഇത്. എനിക്കിതാണ്ട സൗകര്യം. അത് ഞാനും പറയും, ഇതൊരുമാതിരി മുരിങ്ങ കമ്പിന് മുണ്ട് ചുറ്റിയ പോലെ ചേരൂല. ഓ, ചേരണ്ട. എന്നാലും എങ്ങനെ കല്യാണം മുടങ്ങി? എന്നാലും എങ്ങനെ ആ പെണ്ണ് ചേട്ടനെ വേണ്ടെന്ന് പറയും. ഞാൻ ഒരു പെണ്ണായിരുന്നേ, ചേട്ടനെ കെട്ടു. എന്താ ലുക്ക്, ഒറ്റ നോട്ടത്തെ ആര് കണ്ടാലും അല്ലു അർജുൻ എന്നേ പറയും. എന്താ നോക്കരുത്. ഹലോ, എന്താ ചേട്ടാ അച്ഛൻ വഴക്ക് പറഞ്ഞു. അതിനെന്ത്, നിന്റെ അച്ഛനല്ലേ, അല്ലാതെ എൻ്റെ അച്ഛനൊന്നും അല്ലല്ലോ. എന്നാലും എനിക്ക് ചേട്ടനെ ഇപ്പൊ കാണണം. ഈ പാതിരാത്രിയാ? എന്നാ ഞാൻ വീഡിയോ കോൾ ചെയ്യട്ടാ. ശരി, വിളി. പറ. അവിടെ എന്തോന്ന് ഇട്ടേക്കണം? ഇവിടെ ഫാൻ ഇട്ടേക്കണ്. അതല്ല, ചേട്ടൻ രാത്രി ടീഷർട്ട് ഇട്ടാ കിടക്കണം. അല്ലടാ, ഞാൻ പട്ടുടുപ്പും പാവാട ഇട്ടോണ്ട് കിടക്കണ്. അതെന്തോന്ന് വെള്ള ബെഡ്ഷീറ്റ്. എടാ നിനക്ക് എന്ത്? ഏയ് ഒന്നുമില്ല, ചേട്ടനെ കണ്ടപ്പോൾ ഒരു ആശ്വാസമായി. എന്നാ ശരി, ഗുഡ് നൈറ്റ്. എടാ കാമേഷ് കനകരാജേ, നീ ഇത്രയും കാലം എന്നെ കറക്റ്റ് ചെയ്യായിരുന്നു അല്ലടാ, കാട്ടുകാമത്തവളെ. നോ, ഐ ഡോണ്ട് വാണ്ട് ടു സാക്രിഫൈസ് മൈ ലൈഫ്. ഞാൻ ഇതിനെതിരെ ആഞ്ഞടിക്കും. ചേട്ടനാ ചേച്ചി? ചേട്ട ഇവിടെ ഇല്ലടാ. ഓ, എപ്പോ വരും? വരൂല. എപ്പോ വരുവോ എന്തോ. എപ്പോ വരുവോ എന്തോ. ഓ, എന്താന്ന് ചോദിക്കും. എന്താ? അങ്ങോട്ട് വയ്ക്കടി. എന്താ? ഒന്നുമില്ല, കോളേജിൽ മറ്റേ ഗൗരിയില്ലേ, അവളെനിക്ക് സെറ്റായി. ഞാൻ എന്തുണ്ടെങ്കിലും ആദ്യം ചേട്ടൻ്റെ അടുത്താണ് പറയണം. ചേട്ടൻ എനിക്ക് എൻ്റെ ചേട്ടനെ പോലെ. സാരമില്ല, ഞാൻ പിന്നെ കാണുമ്പോൾ പറഞ്ഞോളാം. മൈ ബാഡ് മൈൻഡ്. വെറുതെ ഓവർ തിങ്ക് ചെയ്ത് ചെറുക്കനെ സംശയിച്ച്.